ക്രിട്ടിക്കലായ ചില കാര്യങ്ങൾക്ക് ഞാനൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടൈം ടേബിളാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പ്രധാന ടാർഗറ്റിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോർ കണ്ടന്റ്. പലപ്പോഴും നേരെ ഒരു റിസൾട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ വഴികളെ പറ്റി അധികം പേര് ചിന്തിക്കാറില്ല. അത് ആഗ്രഹിക്കുന്നു, വരുന്നു, സ്വാഭാവികമായിട്ടും അതാണ് എല്ലാ കാര്യങ്ങളിലും സംഭവിക്കുക. എന്നാൽ ഒരു കോർപ്പറേറ്റ് ആറ്റിറ്റ്യൂഡിൽ പരിശോധിച്ച് നോക്കിയാൽ അത് ഒരു ടൈം ഫ്രെയിമിൽ സെറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് റിസൾട്ട്, ആ റിസൾട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എത്ര എഫർട്ട് ആവശ്യമുണ്ട്, എത്ര സമയം ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ജനറൽ കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിലുണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതി തീർക്കാൻ നമുക്ക് എത്ര എഫർട്ട് ആവശ്യമുണ്ട്, എത്ര ദിവസം ആവശ്യമുണ്ട് എന്നെല്ലാം ഒരു മാത്തമാറ്റിക്കലി നമുക്കൊരു കണക്കുണ്ടാക്കാൻ സാധിക്കും. മാത്തമാറ്റിക്കലി എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കാറില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്, അതവിടെ നിൽക്കുന്നു. നേരെ മറിച്ച് ഒരു ഭൗതിക ലക്ഷ്യം പോലെ ഇതിനെ പരിഗണിച്ചാൽ അതിനാവശ്യമായ എഫർട്ട്, അതിനാവശ്യമായ സമയം, ആ സമയം എപ്പോൾ, ആ സമയം ഏതെല്ലാം ദിവസങ്ങളിൽ, എല്ലാം കൃത്യമായി ഒരു സ്കെഡ്യൂൾ ഫോം ഉണ്ടാക്കിയിട്ട് 100 ഡേയ്സിൻ്റെ ഒരു പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഒരു സ്ട്രാറ്റജി. ഇത് പല വ്യക്തികളും, പല സ്ഥാപനങ്ങളും, പല പ്രസ്ഥാനങ്ങളും സ്വീകരിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അറിയുന്നവർക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല. എന്നാൽ അറിയാത്തവരുണ്ട്, അവർക്കാണ് ഈ വീഡിയോ. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര മാർക്ക് കിട്ടാൻ ഒരു സബ്ജക്റ്റിൽ നമ്മുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു, മാർക്ക്. നമ്മൾ ആ സബ്ജക്റ്റ് നോക്കുന്നു, നമ്മൾ എത്രത്തോളം അതിൽ ഇംപ്രൂവ് ചെയ്താലാണ് ഈ ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. ഡെഫിനറ്റ്ലി ഒരു 100 ഡേയ്സ് പ്രോജക്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് നാം ഫോം ചെയ്താൽ നമുക്ക് ഒരു വലിയ റിസൾട്ട് ആ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിക്കും. 100 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 100 ഡേയ്സ് യു ക്യാൻ അൾട്ടിമേറ്റ്ലി ഷിഫ്റ്റ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ 100 ഡേയ്സിലേക്ക് നമുക്കൊരു ടാർഗറ്റ് ഓറിയൻറ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അതുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രാറ്റജി എന്ന വാക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു പോയെങ്കിലും വ്യക്തമാക്കിയില്ല. എത്രത്തോളം നമ്മളതിൽ പുറകിലാണ്, അല്ലെങ്കിൽ എത്രത്തോളം കൂടി എഫർട്ട് അല്ലെങ്കിൽ സമയം നമ്മൾ ചെലവാക്കിയാലാണ് പ്രസ്തുത ടാർഗറ്റിലേക്ക് നമ്മൾ റീച്ച് ചെയ്യുക എന്നുള്ള ഒരു കൺഫർമേഷൻ നമ്മുടെ മനസ്സിന് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. ആ എഫർട്ടുകളെ മൊത്തത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനെ കൃത്യമായി ഡിവൈഡ് ചെയ്ത്, എല്ലാ ദിവസവും എന്ന് ഞാൻ പറയില്ല, സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എവരിബഡി. എല്ലാ ദിവസവും നിരന്തരം എന്നുള്ള കാര്യങ്ങൾക്കൊന്നും സക്സസ്സിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത്ര മണിക്കൂറുകൾ എഫക്റ്റീവ്ലി യൂസ് ചെയ്യുക, അതാണ് കാര്യം. ദിവസം എന്നത് 24 മണിക്കൂറിൻ്റെ ഒരു സെറ്റാണ്. അതിനപ്പുറം അത് വലിയ ഒരു കാര്യമായിട്ടൊന്നും കാണേണ്ട കാര്യം. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് ഒരു
ടാർജറ്റ് ഉണ്ട്, അതിൽ ഇടേണ്ട എഫർട്ടുകൾ ഡിഫൈൻഡ് ആണ്. അതിന് എത്ര മണിക്കൂർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മണിക്കൂറുകളെ പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്താൽ വിത്തിൻ 100 days ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള പല ടാർജറ്റുകളും, ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള പല എക്സാമുകളും ഈസി ടു അച്ചീവ്. യു ക്യാൻ ഹാവ് ഗുഡ് സ്കിൽസ് വിത്ത് ദിസ് പ്രൊജക്റ്റ്. 100 days എന്ന് പറഞ്ഞാൽ 100 days 2 hours വെച്ച് നിങ്ങളൊരു ഇൻസ്ട്രുമെൻ്റ് പഠിച്ചാൽ ഇൻ 100 days യു ക്യാൻ പ്ലേ ഫോർ എ കമ്മ്യൂണിറ്റി. 100 days നിങ്ങളൊരു പെർഫോമൻസ് പഠിച്ചാൽ സെയിം നിങ്ങൾക്ക് അത് 100 ദിവസം കഴിയുമ്പോൾ 100 days 2 hours വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു പെർഫോമൻസ് പഠിച്ചാൽ യു ക്യാൻ ബി അറ്റ്ലീസ്റ്റ് 70% perfect in that performance. It is a reality. It's a corporate reality. You can be anything, but you have to become the person who is working for the target. Then only you can do something what is called anything. നമ്മളെ അൺഫോർച്ചുനേറ്റ്ലി ഗൈഡ് ചെയ്യുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ദിവസവും 2 മണിക്കൂർ വെച്ച് നിങ്ങളുടെ ഒരു എനർജറ്റിക് ടൈം ലീക്ക് ആക്കി കളയുന്ന ചില ഹാബിറ്റുകളുണ്ട്. ഒരുപക്ഷെ അഡീഷണൽ ഉറക്കം, അഡീഷണൽ സ്ലീപ്പിംഗ്, അഡീഷണൽ ചാറ്റിംഗ്. നിങ്ങളുടെ ഇത്രയും വാല്യുബിളായ 100 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാവുന്ന ഒരു ദിവസത്തിൽ 2 മണിക്കൂർ വെച്ച് അത് നിങ്ങൾ ആർക്ക് കൊടുക്കുന്നുവോ നിങ്ങൾ അവരുടെ കൺട്രോളിലാണ്. സോറി ടു സേ, ഇറ്റ്സ് എ റിയാലിറ്റി. ഈ വിഷയത്തെപ്പറ്റി നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് മേ നോട്ട് ബി എ വെരി ന്യൂ ഇൻഫർമേഷൻ ഫോർ യു. ഇതൊരു പുതിയ അറിവായിരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ അത് മനസ്സിലാക്കിയിട്ട് കുറേ നാളായി. എൻ്റെ കൂട്ടുകാരിലോ എൻ്റെ സുഹൃത്തുക്കളിലോ എൻ്റെ നെറ്റ്വർക്കിലുള്ള ആരെങ്കിലും, ഈവൻ നിങ്ങൾ തന്നെ ഇതറിഞ്ഞാൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ ടാർജറ്റ് എഫർട്ട് കോമ്പിനേഷൻ ഫോർ 100 days എന്നുള്ള ഈ തിയറി മനസ്സിലാക്കി ചെയ്യാൻ സാധിച്ചാൽ ആ വിജയം നിങ്ങൾക്ക് കിട്ടും. അതിന് വീഡിയോ സഹായിക്കും. That is my primary objective for creating this video. Then if you are enjoying, I will be happy. Thanks for watching. Thank you so much.